എങ്ങനെയെങ്കിലും യൂറോപ്പിലോ യു കെയിലോ അല്ലെങ്കിൽ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോയി കുറച്ചൊന്ന് ലൈഫ് സെറ്റായി ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ കാലത്ത്. എന്നാൽ ഈ ഓരോ തവണയും ഇവിടുന്ന് കയറിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ഡ്രീംസും ഒക്കെ ആയിട്ട് പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട്. എന്നാൽ ഈ പോകുന്ന ആൾക്കാർ എത്ര പേർ അവിടെ സെറ്റിലാകുന്നു, എത്ര പേർക്ക് നല്ലൊരു ജോലി നേടി അവിടെ ജീവിക്കുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നോക്കി എത്ര പേർക്ക് സേവിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചുറ്റും ഒരുപാട് കൺസൾട്ടൻസികളുണ്ട്, ഇഷ്ടം പോലെ കൺസൾട്ടൻസികളുണ്ട്. പുറത്ത് ജോലി വാഗ്ദാനം ചെയ്യുന്നതും ഇവരാരും ജോലി വാഗ്ദാനം ചെയ്യുന്നില്ല. ഇവരെല്ലാം എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് പുറത്തോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ജോലി നേടാം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അത്തരത്തിലുള്ള വാഗ്ദാനമാണ് അവർ തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റൊരു രാജ്യത്ത് യൂറോപ്പിലോ യു കെയിലോ ഒക്കെ പോയിട്ട് ജോലി നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ പോയി പഠിച്ചതിന് ശേഷം നല്ലൊരു ജോലി കിട്ടിയാൽ നന്ന്. പക്ഷേ അത് വളരെ ചുരുക്കം ശതമാനം ആൾക്കാർക്ക് മാത്രമേ അത്തരത്തിലുള്ള ജോലിയും കാര്യങ്ങളുമൊക്കെ അവിടെ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവർ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ കുറേ കാലം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അതിനുശേഷം തിരിച്ച് നാട്ടിൽ കയറിപ്പോരും. ഇതാണ് നടക്കുന്നത്. കാരണം അത്രയും കാലം അവിടെ നിൽക്കുന്നു, അത്രയും കാലം നാട്ടിലുള്ള കടങ്ങൾ കൂടുന്നതല്ലാതെ ഒട്ടും കുറയുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം പലരും ഇവിടുന്ന് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ അവിടെ വന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വല്ല ഹോട്ടലുകളിലോ അല്ലെങ്കിൽ കെയർ ഹോംസിലോ അങ്ങനെയുള്ള പല പല ജോലികളും, നമ്മുടെ നാട്ടിൽ ചെയ്യാത്ത പല ജോലികളും ഇവിടെ വന്ന് യൂറോപ്പിലും യു കെയിലും കാനഡയിലും ഒക്കെ പോയിട്ട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ തുച്ഛമായ വരുമാനം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. കാരണം അവരുടെ ചിലവിനുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അവിടെ കിട്ടുന്നുള്ളൂ. നാട്ടിൽ നിന്ന് ഒരുപാട് വലിയ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പെടുന്ന പെടാപ്പാടും കാര്യങ്ങളൊക്കെ വന്ന് ഒടുവിൽ അവർ ലൈഫ് മടുത്തിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നുള്ള ലെവലിൽ തിരിച്ചു കയറി പോകുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇത്രയും ഉദാഹരണം ഉണ്ടായിട്ടും ഇന്നും എല്ലാവർക്കും പോകേണ്ടത് യു കെയിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. അത്തരത്തിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് UK എന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അല്ലേ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കിടിലം സബ്ജക്റ്റ് അവർക്ക് ഉണ്ടായിട്ടും വളരെ മോശമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. തുടക്കം എങ്ങനെയോ തുടങ്ങി, ഒരു തുടക്കം കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സംഭവം വെച്ചിട്ടാണ്. കാരണം കേരളത്തിലെ 3 പൊളിറ്റിക്കൽ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് പത്രസമ്മേളനം വിളിക്കുന്നു, എന്തായിരിക്കും കാരണം എന്നറിയാനായിട്ട് പത്രക്കാർ തടിച്ചുകൂടുന്നു എന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് സിനിമ തുടങ്ങി. പിന്നെ കുറച്ചൊരു കോമഡി ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി അത്യാവശ്യം വളരെ എൻ്റർടൈനിങ്, വളരെ എൻജോയബിളായിട്ട് തുടങ്ങിയ ഒരു സിനിമ. പിന്നെ ഏതൊക്കെ വഴിയിൽ എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തിരക്കഥ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ലായിരുന്നു. കാരണം തുടങ്ങിയത് നല്ലതുപോലാണ് പടം തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കയറി, ഓക്കെ നല്ല പടം ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സിനിമ ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച് എന്തൊക്കെയോ എവിടേക്കൊക്കെയോ പോയി അവസാനം കുറേ പൊളിറ്റിക്കലും അതും ഇതുമൊക്കെ ആയിട്ട് ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളും സ്ഥിരം ക്ലീശേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എഴുതുമ്പം അരുൺ വൈഗ എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ തിരക്കഥ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇതൊരു ലോജിക്കലായിട്ടുള്ള ഫിലിമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഇത്ര കിടിലം ഒരു സബ്ജക്റ്റ് ഉണ്ടായിട്ടും അത് എങ്ങനെയൊക്കെ എടുത്ത് മോശമാക്കും. ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത പോലാണ് എനിക്ക് പേഴ്സണലി സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാരണം സിനിമ തുടങ്ങി അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് ആയിട്ട് വന്നു. പിന്നെ കാണിക്കുന്നത് എന്താ, സ്വന്തം മകനെ എങ്ങനെയെങ്കിലും UK കയറ്റി അയക്കണം എന്ന് പറയുന്ന ഒരു അച്ഛൻ. എന്നാൽ ഒരു കാരണവശാലും UK പോകില്ല എന്ന് ഉറപ്പിച്ച് മനസ്സുകൊണ്ട് വിചാരിച്ച് വെച്ചിരിക്കുന്ന മകൻ അവസാനം എന്തൊക്കെയോ കഴിഞ്ഞ് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മോൻ ഓപ്പണായിട്ട് തുറന്നു പറയുന്നു. അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങളും എല്ലാം അവൻ ഉണ്ടാക്കുന്നുണ്ട്. നാട്ടിൽ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് വേറെ കേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തൽക്കാലം തടിതപ്പി പോകുന്ന ഒരു മകൻ. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ആണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു. അതോ ഇത്രമാത്രം ഈ നാട്ടിൽ നിന്ന് എന്താ പറയുക പോവാതെ നാട്ടിൽ തന്നെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജോലി എന്താണ് നിനക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് പൂക്കച്ചവടമാണ്.
എന്തോന്നടേ ഇത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഈ പൂക്കച്ചവടം എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാനാണോ ഇത്രമാത്രം ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത്രമാത്രം പ്രസൻറ്റേഷനും കാര്യങ്ങളും? ഒരു സിനിമയിലൊക്കെ കാണുന്നത് ഭയങ്കര പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് മോൻ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങൾ പൂക്കച്ചവടം തുടങ്ങാം, ഒരു 5-6 പിള്ളേരും എല്ലാവരും കൂടെ ചേർന്നിട്ട്. എന്തോന്നറിയാം, ഇതൊക്കെയാണോ പൂക്കച്ചവടം എന്നോ, ഇതൊക്കെയാണോ ഇതെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് വേറെ വല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൂടെ? അതിനുശേഷം അതിന് സംഭവിക്കുന്ന പിന്നെ കഞ്ചാവ് കേസ്, അത് ഇത് മാങ്ങ തൊലി തേങ്ങ എല്ലാം കൂടെ വെച്ചിട്ട് ഏതൊക്കെയോ രീതിയിൽ എവിടേക്കോ പോയി അവസാനിക്കുന്ന ഒരു സിനിമ. പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിനിമ കാണാം. സിനിമ OTT-യിൽ എനിക്കൊന്ന് പ്രൈമിലാണെന്ന് തോന്നുന്നു സിനിമ സ്ട്രീം ചെയ്യുന്നത്. പ്രൈമിലങ്ങനെ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് കാര്യമായിട്ട് സിനിമയൊന്നും പറയാനില്ല. ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് ഭയങ്കരമായിട്ട് എനിക്കൊന്ന് കുറേ പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു. പടം ഭയങ്കര ലെങ്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഒരുപാട് പാട്ടുകളുള്ളതായിട്ടും ഫീൽ ചെയ്തു. മ്യൂസിക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും പ്രത്യേകിച്ച് പറയാനായിട്ട് പടത്തിൽ ഒന്നുമില്ല. ജോണി ആൻ്റണിയൊക്കെ സത്യം പറഞ്ഞാൽ ജോണി ആൻ്റണി കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത അങ്ങനെ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ആ ക്യാരക്ടർ എഴുതി കുളവാക്കി വെച്ചേക്കാണ്. ഇന്ദ്രൻസ് ആണെങ്കിലും അതിനപ്പുറം ഇന്ദ്രൻസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ദ്രൻസ് ചേട്ടൻ പെർഫോം ചെയ്യുന്നതാണ്. ഇതിലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ പഴയ കാമുകിയൊക്കെ കൊണ്ടുവന്ന് പഴയ കാമുകിയെ കൊണ്ട് പറയിക്കുന്നത് എന്തോന്നടേ ഇത്? ഫുള്ള് ഒരുമാതിരി ക്ലീശ സംഭവമാണ്. ഒന്നും പറയാനില്ല. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള UK വല്ലാത്തൊരു ഊക്കായിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒന്നുമില്ല സിനിമയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.